ശ്രീമതി ശാന്തകുമാരി കെ. സാർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശബരിമല ക്ഷേത്രം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രങ്ങളുടെ വരവുകൾ യഥാർത്ഥത്തിൽ സർക്കാർ എടുക്കുന്നു എന്നുള്ള പ്രചരണം ഇവിടെ വ്യാപകമായി ചില പിന്തിരിപ്പൻ അമ്പലപ്രേമികളായിട്ടുള്ള സംഘടനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് മുടങ്ങിക്കിടന്ന ഒരു മാസ്റ്റർ പ്ലാൻ ത്വരിതപ്പെടുത്തുന്നു. അതിന് അഭൂതപൂർവമായിട്ടുള്ള തീർത്ഥാടന തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധി കരുതലുകളും നടപടികളും സ്വീകരിക്കുന്നു. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. എൻ്റെ ചോദ്യം, ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ മാത്രം വന്ന വരവ് എത്രയാണ് എന്ന് വിശദീകരിക്കാമോ? ഒപ്പം ഈ വർഷം സംസ്ഥാന ഗവൺമെൻറ് ശബരിമലയ്ക്ക് വേണ്ടി എത്ര രൂപയാണ് ചെലവഴിച്ചതെന്നും വിശദീകരിക്കാമോ? സാർ, ശബരിമലയിൽ എത്ര തുകയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതിൻ്റെ കുറച്ചും കൂടി കൗണ്ട് ചെയ്യാണ്ട് അതിന് ശേഷമാണ് ഫൈനലായിട്ട് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫണ്ട് എത്രയാണ്, തീർച്ചയായിട്ടും അവർ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. വരുമാനം വർദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഗവൺമെൻറ് അവിടെ ശബരിമലയുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അവിടെ ഗവൺമെൻറ് നേരിട്ട് ഏകദേശം ബഡ്ജറ്റിലൂടെ 30 കോടി രൂപയാണ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം മാറ്റിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഉദാഹരണം പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി, ട്രാൻസ്പോർട്ട്, അതുപോലെ ഇലക്ട്രിസിറ്റി, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ചെലവഴിക്കുന്ന, റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് അടക്കം ചെലവഴിക്കുന്ന തുക എല്ലാം കണക്കാക്കി കഴിഞ്ഞാൽ കോടാനുകോടി രൂപയാണ് അവിടെ നൽകുന്നത്. ബഡ്ജറ്റിൽ തന്നെ 30 കോടിയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെലവഴിക്കുന്ന കോടാനുകോടി രൂപയുണ്ട്. അതൊന്നും ശബരിമലയിൽ നിന്ന് എത്ര വരുമാനമുണ്ടാകുന്നു എന്ന് നോക്കിക്കൊണ്ടല്ല ചെലവാക്കുന്നത്. ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഗവൺമെൻറ് ആ ഫണ്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്.